വാ 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 വേഗം. വീരാനെ, എടോ വീരാനെ, ഒന്ന് എഴുന്നേക്കടോ. ഇന്നലെ വൈകിട്ടേ പറഞ്ഞല്ലേ രാവിലെ വെള്ളം ഇറക്കണമെന്ന്. അത് 6 മണിക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞു. മണി എത്രയായിരുന്ന വിചാരം? എടോ 7:15 ഷട്ടിൽ കിട്ടിയാലേ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പറ്റൂ. ഒന്ന് വേഗം വാടോ. മനസ്സന്മാര് ഉറങ്ങാനും സമ്മതിക്കില്ലെന്ന് വെച്ചാ വെറുതെ അല്ല, പിന്നെ എങ്ങനെയാ ഈ കരയുന്ന ഒരാൾ ഫ്രീ ഡിഗ്രി പാസ്സാവുന്നത്? ഒരാളെങ്കിൽ ഒരാൾ രക്ഷപ്പെടുന്ന കണ്ടുകൂടാ. അല്ല, ഞമ്മള് റെഡി. നീ ഞമ്മള് കാരണം എന്റെ പുന്നാരപ്പങ്ങൾ കളക്ടർ ആവാണ്ടിരിക്കണ്ട. എന്താണ് ഒരു പുണ്യം? പോലെ ഒരാളൂടെ ഉണ്ടേ. എങ്ങോട്ടാ വരവിട്ട കാലത്ത് തന്നെ? ഞാനല്ല, ലക്ഷ്മിയാ. ഇനി അക്കരെ ചെന്നൊരു കൂട്ടായല്ലോ. ലക്ഷ്മിക്ക് പരീക്ഷയാടാ, അരക്കൊല്ല പരീക്ഷ. നീ എങ്ങോട്ടാ കാലത്ത്? പണിക്കാ, ടൗണിലെ പണി. അപ്പൊ ഞാൻ ഇനി വരണ്ടല്ലോ, ശശി ഉണ്ടല്ലോ. അല്ല, അടുത്ത വെള്ളിയാഴ്ച ഉത്രാളിക്കാവിലെ പൂരം. നമുക്ക് പോണ്ടേ? പിന്നെ പോണ്ടേ, നല്ല കാര്യായി. അന്ന് നമുക്കൊന്ന് കൂടണം. പരമേട്ടാ, കഞ്ഞിയും പുഴുക്കും എടുത്തു വെച്ചിരിക്കുന്നു. വരികേ. എന്താടാ, കുടിയെ കഞ്ഞിവെപ്പൊന്നുമില്ലേ? കൊച്ചിന് പരീക്ഷയാ. പരീക്ഷ കുടിയിൽ കഞ്ഞി വെക്കേണ്ടതുണ്ട്. അത് ഇങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓള് പഠിക്കുന്നതേ ഫ്രീ ഡിഗ്രിക്കോ, ഫ്രീ ഡിഗ്രി. വരുന്നെങ്കി വാ, അല്ലെങ്കിൽ തണുത്തു പോകും. ഈ അവിടെ അടച്ചു വെച്ചേക്ക്, ഞാൻ വന്ന് കഴിച്ചോളാം. ചെല്ലു വരവൂ. ഓക്ക് മിണ്ടാനും പറയാനും എന്തെങ്കിലും കാണും. ഏത് നേരം ആലയം വാർപ്പും കൊച്ചിന്റെ പരീക്ഷയും. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ വിളിച്ചോണ്ട് പോയി വഴി വെച്ചൊരു പാട്ടും ഡാൻസ് നടത്താം. അത് വേണ്ട. അങ്ങനെ ആച്ചാൽ തന്നെ നമ്മുടെ കാവില് പൂരം വരുന്നുണ്ട്. അവിടെ സ്റ്റേജിൽ വെച്ചായിക്കോട്ടെ. എന്തേ സ്റ്റേജിൽ വെച്ചായിക്കോട്ടെ എന്ന്. ജഗതേ, ജഗതേ, അയ്യോ, പരമേട്ടിന് ഇതുവരെ ഒരുങ്ങിയില്ലേ? എന്റെ ഈശ്വര, നേരം എത്രയായി? ജഗതേടത്തൊക്കെ ഇപ്പൊ പോയിട്ടുണ്ടാവും. ജഗതയുടെ പോയില്ലെങ്കിൽ സ്കൂൾ ഗ്രൗണ്ടിൽ എത്തില്ലായിരിക്കും. ഞാൻ പോവാ. പരമേട്ടൻ തേങ്ങ ചിരണ്ടി അടയുണ്ടാക്കി അതും കഴിച്ച് മെല്ലെ വന്നാ മതി. എവിടെ അട തിന്നാണ്ടി മുറ്റം കിടക്കില്ലേ? ഉച്ചക്ക് ഇച്ചിരി ചോറ് തിന്നാ വേണ്. പറഞ്ഞ കേട്ടോ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് കൃത്യം 6 മണിക്ക് കോങ്ങാട്ട് സ്കൂൾ വളപ്പിൽ വമ്പിച്ച സ്വീകരണ യോഗം. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അവാർഡ് നേടിയ ശ്രീമാൻ കുപ്പുവച്ചൻ മൂശാരിക്ക് വമ്പിച്ച സ്വീകരണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാടിന്റെ അഭിമാനവും സമ്പത്തുമായ പവിത്ര കണ്ണാടി നിർമ്മാണത്തിൽ ലോക പ്രശസ്തനായ ശ്രീമാൻ കുപ്പുവച്ചൻ മൂശാരിക്ക് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റിന്റെ പ്രത്യേക ശുപാർശ പ്രകാരം ഫെലോഷിപ്പ് കിട്ടിയ സന്തോഷകരമായ കാര്യം നിങ്ങൾ ഇതിനകം അറിഞ്ഞിരിക്കുമല്ലോ. ശ്രീമാൻ കുപ്പുവച്ചന് നാടിന്റെ ആദരസൂചകമായി നൽകുന്ന പൊന്നാട അണിയിക്കുവാൻ ബഹുമാനപ്പെട്ട കലക്ടറെ ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ ഇവിടെ സംസാരിക്കാൻ എനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. ഇതൊന്നും എന്റെ കഴിവല്ല, കോങ്ങാട്ട് മുത്തപ്പന്റെ കൃപാകടാക്ഷം കൊണ്ട് മാത്രം കഴിയണതാ. പവിത്ര കണ്ണാടിയുടെ കൂട്ട് ഞാനും എന്റെ പൂർവ്വപിതാക്കന്മാരും രഹസ്യമായി സൂക്ഷിക്കുന്നുവെന്ന് ഇവിടെ കളക്ടർ അങ്ങൊന്നും വേണ്ടപ്പെട്ടവരും പറയണത് കേട്ടു. പക്ഷേ അത് രഹസ്യമായി സൂക്ഷിച്ച് കണ്ണാടി ഉണ്ടാക്കി ധനവാനാകാനല്ല, അതിന്റെ പവിത്രത സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ അത് ആത്മാർത്ഥതയോടെ സൂക്ഷിക്കുകയും ചെയ്യും. എന്റെ കാലശേഷം എന്റെ പൂർവ്വപിതാക്കന്മാരെ പോലെ തന്നെ ഞാൻ എന്റെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കും. എന്റെ മകളുടെയും മരുമകളുടെയും ഭർത്താക്കന്മാർക്ക് അവരത് പവിത്രമായി സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇറങ്ങി പോടി. ചാലിശ്ശേരി പൂരത്തിൽ തുടങ്ങിയ നിന്റെ അച്ഛൻ തന്തയ്ക്ക് പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾക്ക് കൂട്ടു പറഞ്ഞ ഒരു വാക്ക് കാര്യം പറ. അവൾ എന്ത് തെറ്റാ ചെയ്തത്? എടാ, ഓളകട തെറ്റ് ചെയ്തത് ഞാനാ.
എടാ നേരവും കാലവും നോക്കാണ്ട് നീ ഓളെ വിളിച്ചോണ്ട് വന്നപ്പോ ഞങ്ങൾ ഇവിടെ കയറ്റി താമസിപ്പിച്ചില്ലേ? അതുകൊണ്ട് എന്നെ വേണം തല്ലാൻ. ഞാനാ തെറ്റ് ചെയ്തത്. ഞാൻ നിങ്ങളെ കാല് പിടിച്ച് പറയാം, ഓൾ എന്ത് തെറ്റാ ചെയ്തത്? എടാ ഓളനാ തെറ്റ് ചെയ്തത്. എടാ അപ്പൊ കൊല്ലിയൻ. എടാ ഞാനൊരു കാര്യം തീരുമാനിച്ചതാ. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തപ്പെട്ട് വിചാരിച്ചാ പോലും ഞാൻ വിടൂല. തന്തയാണെന്ന് ഞാൻ നോക്കൂല, കൊന്നു ഞാൻ. അങ്ങനെ മര്യാദ പറ. അയ്യോ ചക്രപാണി ചേട്ടൻ എവിടെയായിരുന്നു ഇതുവരെ? നാടാകെ മാറിപ്പോയല്ലോടാ. കടവത്ത് മുതൽ ഇവിടെ വരെ വന്നതിനിടയ്ക്ക് എത്രയാ പെണ്ണുങ്ങള്. അയ്യോ ഇത് വെറും ന്യൂസ് റീലാണ് ചക്രപാണി ചേട്ടാ. സിനിമ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. വരട്ടെ, നമുക്ക് വിശാലമായിട്ട് കാണാം, ഓരോന്നോരോന്നായിട്ട്. അല്ല ഇനി കുറച്ചു കാലം ഉണ്ടാവും ഇവിടെ? കുറച്ചു കാലമല്ല, ഇനിയുള്ള കാലം ഇവിടെ. കൊള്ളാലോ, നോക്കമ്മേ. ചക്രപാണി ചേട്ടന്റെ കൂടെയുള്ളത് ആരാ? സിനിമ നടനാ? സിനിമ നടനോ? സിനിമ നടൻ. ഇത് ചക്രപാണി ചേട്ടൻ മലർത്തി അടിച്ചവരിൽ ഒരാൾ മാത്രം. ഇതുവരെ മൊത്തം എത്ര പേരെ മലത്തി അടിച്ചിട്ടുണ്ട്? ഞാൻ എണ്ണിയിട്ടില്ല. മലത്തി അടിക്കുന്നവരുടെ എണ്ണം എടുക്കരുതെന്നാ എന്റെ ആശാൻ പറഞ്ഞിരിക്കുന്നത്. അതൊരു ദുശകനാ. മോൻ എത്ര കാലമായി ഇവിടുന്ന് പോയിട്ട്? എനിക്ക് 10 വയസ്സായപ്പോ ഞാൻ ഇവിടെ വിട്ടതാ. സുലോചന എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്. സുലോചന ഒരു പട്ടുപാവടയും ബ്ലൗസും ഒക്കെ ഇട്ട് എഴുത്തോലയും പിടിച്ച് പള്ളിക്കൂടത്തിൽ പോണത് ഇന്നലത്തെ പോലെ. ഓ എന്തൊരോർമ്മ ഞാൻ കൂടി ഓർക്കുന്നില്ല. ഇതാ ചില കാര്യങ്ങൾ മനുഷ്യന്മാരത്ര വലിയ മഹാന്മാരായാലും പണക്കാരായാലും ഗുസ്തിക്കാരായാലും. അതെ അമ്മേ, ചടങ്ങി വരുന്ന മേടത്തിലായാലോ എന്നൊരു അഭിപ്രായം ചക്രപാണിക്ക്. ശശിമോനോടൊന്ന് ചോദിക്കട്ടെ. ഓ. പിന്നെ നിങ്ങള് മേടത്തിലോ മകരത്തിലോ എപ്പോ വേണമെങ്കിലും അയക്കോ. ആ വാപ്പോ. അമ്മ ഞാൻ ഇറങ്ങട്ടെ. ആ. വഴിയുണ്ട്. ഈ ജന്മം കണ്ണാടിക്കൂട്ട് പഠിക്കാനുള്ള നിന്റെ മോഹം നടക്കില്ലെന്ന് വിചാരിച്ചാ പോരെ? ഒരു വീക്ക് ഞാൻ വെച്ചുതരും. മനുഷ്യൻ ആദ്യ കയറി നടക്കുമ്പോഴാ നിന്റെ ഒരു തമാശ. നിങ്ങളെ തമ്മിൽ തല്ലാടാ. നമുക്ക് വഴി ഉണ്ടാക്കും കുമാരാ. എന്ത് വഴി? ജഗതമ്മെ പരമൂന്ന് ഇട്ടിച്ചു കൊടുക്കാൻ തന്ത തീരുമാനിച്ചു. ലക്ഷ്മിയുടെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമൊന്നുമില്ലല്ലോ. അതെ, ചക്രപാണി ചേട്ടന് ഇഫ് എനി ഐഡിയാസ് കമ്മിങ്, എന്തെങ്കിലും ഐഡിയകൾ വരുന്നുണ്ടോ മനസ്സിൽ? അങ്ങനെ വല്ലതും വന്നാ പെണ്ണുകുമാരന്റെ വീട്ടിൽ കയറുവോ? ഇല്ല. കണ്ണാടിയിൽ കൂട്ടിട്ടൂടാ? ഇല്ല. അതാ പറഞ്ഞത്. നിന്റെ അനിയൻ രവിക്ക് ലക്ഷ്മിനെ ഒന്ന് ആലോചിച്ചാലോ? എന്താ ചിരിക്കുന്നേ? അവനൊരാണല്ലേ? ആണായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഒരു മാസം കഴിഞ്ഞാ പെണ്ണ് പ്രീഡിഗ്രിക്കാരിയാ. അതിനെന്താ? അതിനെന്താണെന്ന് ചോദിച്ചാ, മഴ പെയ്യുമ്പം പോലും വെറുതെ വലിയ അനിയൻ സ്കൂളിന്റെ വരാതെ കയറി നിന്നിട്ടില്ല. ഇംഗ്ലീഷും എഴുത്തും വായനോ. ആര് പറഞ്ഞ്? രവി 4ാം ക്ലാസ് പാസ്സാ. എടാ കുമാരാ, നമുക്കൊരു ഗുണമുണ്ടാകുന്ന കാര്യമാകുമ്പോ അവിടെ പിന്നെ ജാതിയെ പഠിത്തമൊന്നും പ്രശ്നമല്ല. നാളെ നിന്റെ അനിയൻ വിളിച്ച പെണ്ണ് കൂടെ പോരണം. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാകണം. പെണ്ണേ, മനുഷ്യൻ കുളിക്കുന്ന കടവത്താ നീ പൈനെ കുളിപ്പിക്കുന്നേ? കയറ്റിക്കോ. ചെക്കൻ ഇപ്പൊ എന്താ വേണ്ടത്? പോയ നിന്റെ കുടുംബത്താ? ചെക്കാന്നും നീന്നും ഒക്കെ നിന്റെ വീട്ടിൽ പോയി വിളിക്കണം. വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ എന്തി? പറഞ്ഞു നോക്ക്, അപ്പൊ അറിയാം. എന്തറിയാനാ? മര്യാദക്ക് വാരി അടിക്കാതെ കയറി പോണാ നിനക്ക് നല്ലത്. എന്താടാ, ആരെ പണിയൊന്നുമില്ലേ? ഉണ്ട്. എന്നപ്പോ പോടാ. മോള് പശുവിനെ കുളിപ്പിച്ചു. ഈ പിള്ളേരെപ്പോ നോക്കിയാലും ലോകത്ത് മനുഷ്യർ ആദ്യമായിട്ട് പ്രേമിക്കുക അവൻ നിനക്കുള്ളത് തന്നെയാ. അതിന് സമയമാകുമ്പോ ഞങ്ങൾ കാർന്നന്മാരെ അന്വേഷിച്ച് പിടിച്ച് നിന്റെ കൈ കൊണ്ടു തരും. പോരെ?